പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 3 വചനങ്ങളെ നമ്മുടെ ഉള്ളിലുള്ള പല ഗ്രേസുകളും നഷ്ടപ്പെടാൻ കാരണമായ ഒരു കാര്യത്തെ മാറ്റാൻ വേണ്ടിയുള്ള വചനങ്ങൾ കേട്ടോ. ഒരു വചനം ഇതാണ്, ഹെബ്രായ 12:15. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നു. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നു. അതായത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആരോടെങ്കിലും ഒരു വിദ്വേഷം കിടപ്പുണ്ടെങ്കിൽ ഇതൊരു വേരാണ്. ഈ വേരിങ്ങനെ വളരും. വേര് വളർന്ന് നമ്മളെ അശുദ്ധനാക്കും. അതുകൊണ്ട് ചിന്തിച്ചു നോക്കണം, എനിക്ക് ആരോടെങ്കിലും ഒരു ഉള്ളിലൊരു കലിപ്പോ ഒരു ദേഷ്യമോ കിടപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിരിക്കും. ആ വിദ്വേഷത്തെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. 1 പത്രോസ് 3:13. തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ ചെയ്യാതെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനമോ ചെയ്യാതെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളോട് ആരെങ്കിലും തിന്മ ചെയ്താൽ നിങ്ങൾ തിരിച്ച് തിന്മ ചെയ്യേണ്ട, തിരിച്ച് നിന്ദനം ചെയ്യേണ്ട, അവരെ അനുഗ്രഹിക്കുവിൻ. ഈ വചനം ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണം, അനുഗ്രഹിക്കുവിൻ. എനിക്കിങ്ങനെ നമ്മളിങ്ങനെ കലിപ്പ് വരുന്നതേ നമ്മൾ ആരോട് എന്തോ ചെയ്തുകൊണ്ടാണല്ലോ. അവർക്ക് തിന്മയ്ക്ക് തിന്മയും ചെയ്യേണ്ട, നിന്ദനവും ചെയ്യേണ്ട, അനുഗ്രഹിക്കുവിൻ. അപ്പോൾ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ. ഇത് എങ്ങനെ ഇത് ചെയ്യുന്നത്? റോമ 15:1. ബലമുള്ളവരായ നാം ബലഹീനരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. ബലമുള്ളവരായ നാം ബലഹീനരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്. നമ്മളോടൊരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബലമില്ലെന്നുള്ളതാണ്. അയാൾക്ക് ആത്മബലമില്ല, അയാൾക്ക് നമ്മുടെ അത്രയും പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അയാൾ നമ്മളോട് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത്. നമ്മുടെ വിദ്വേഷം അയാളുടെ ബലമുള്ളവരായ ബലഹീനരുടെ പോരായ്മകൾ സഹിക്കുകയാണ്. റോമ 15:1. സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയില്ല. ഈ വചനം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. എനിക്ക് അയാൾക്കും ബലമുണ്ട്, അതുകൊണ്ട് അയാളോട് കർത്താവ് നമുക്ക് കൂടുതൽ ക്ഷമിക്കാൻ കൃപ തന്നിട്ടുണ്ട്. കൊളോസസ് 3:13. ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവിൻ. ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുവിൻ. അപ്പം ഇതാണ് നമ്മുടെ ലൈഫിൽ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കിടപ്പുണ്ടെങ്കിൽ അതിങ്ങനെ വളരുവേ. നമ്മൾ പോലും അറിയാതെ ആ വേര് കടന്ന് വളരും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ പലപ്പോഴും ഫലം കിട്ടാതൊക്കെ പോകുന്നതേ നമ്മളിങ്ങനെ പല പാപങ്ങളിലേക്കും വീഴാൻ കാരണം ഈ ഒരു തെറ്റ് ഉള്ളിൽ കിടക്കുന്നുണ്ടാവും, ഒരു കലിപ്പുള്ളിൽ കിടക്കുന്നുണ്ടാവും. നമുക്ക് കുമ്പസാരിക്കുമ്പോഴേ ഈ ഒരു വെറുപ്പിൻ്റെ മേഖല എങ്ങനെ ഈശോയുടെ കൊടുത്ത് കർത്താവെ കഴുകണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എഴുതി അച്ഛനടുത്തോട്ട് അച്ഛൻ ഈ ഒരു കാര്യത്തെ ബ്ലെസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ ശ്രമം നടത്താം. അപ്പോൾ കർത്താവ് നമ്മളെ ഹീൽ ചെയ്തോളും. ഈ ഒരു വെറുപ്പിൻ്റെ സാധനം അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര പ്രസൻസ് നമുക്ക് കിട്ടും. ഈശോയുടെ ഭയങ്കര പ്രസൻസ് നമുക്ക് കിട്ടും. നമ്മുടെ ഈശോയെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു വെറുപ്പ് നമുക്ക് എടുത്ത് മാറ്റാം. ആമേൻ.